ഇനി ക്ലബ് ലോകകപ്പിലേക്ക് വന്നാൽ ചെൽസിയും ബ്രസീലിയൻ ക്ലബ് ഫ്യൂമിനൻസും സെമിയിലാണ്. പാൽമറാസിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ചെൽസി കോച്ചറിൽ സൗദി ക്ലബ് അൽ ഹിലാലിനെ തോൽപ്പിച്ചാണ് ഫ്ലൂമിനൻസ് സെമിയിലേക്ക് എത്തിയത്. മത്സരത്തിന് മുന്നോടിയായി പോർച്ചുഗീസ് താരം ഡിയാഗോ ജോട്ടയുടെയും സഹോദരൻ ആന്ദ്രേ സിൽവയുടെയും അപ്രതീക്ഷിത വിയോഗത്തിൽ താരങ്ങൾ മൗനം ആചരിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയ്മോനെ, ഈ ക്ലബ് ലോകകപ്പുമായിട്ടുള്ള വിവരങ്ങൾക്കൊക്കെ അപ്പുറം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചത് ജോട്ടയുടെയും ആന്ദ്രയുടെയും ആ ഒരു വിയോഗത്തിൽ ഇവർ അനുശോചനം അറിയിക്കുകയും പല താരങ്ങളും വിങ്ങുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു. തീർച്ചയായും സേതു, ആരാധകരെ സംബന്ധിച്ചോളം ഏറെ നിരാശകരമായ അല്ലെങ്കിൽ ദുഃഖം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഉണ്ടായത്. അതായത് പോർച്ചുഗൽ, അതായത് കഴിഞ്ഞ UEFA നേഷൻസ് ലീഗ് കിരീടം നേടിയ പോർച്ചുഗൽ ടീം അംഗമായ ജോട്ടോയും അതുപോലെ സഹോദരനും ഒരു കാർ അപകടത്തിൽ മരിക്കുകയും അവർ ഫുട്ബോളിനോട് വിട പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു വാർത്ത ഏറെ ഒരു വിഷമമാണ് ഫുട്ബോൾ ലോകത്ത് സൃഷ്ടിച്ചത്. അപ്പോൾ അതിൽ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ, അതായത് ഇന്ന് പൂർത്തിയായ ക്ലബ്ബ് വേൾഡ് കപ്പ് മത്സരത്തിൽ തന്നെയായാലും താരങ്ങൾ ഈ മൺമറഞ്ഞു പോയ താരങ്ങൾക്ക് വേണ്ടി ഒരു ആദരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവരെ അനുശോചിച്ച് ഈ ജാവോ നെവസും അതുപോലെ തന്നെ കൺസോലും ഒക്കെ വിതുമ്പുന്ന ഒരു കാഴ്ച കൂടി ഇന്ന് കാണുകയുണ്ടായി. അത് ഏറെ സംബന്ധിച്ച് ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത്. എങ്കിൽ തന്നെയായാലും ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ ഇന്നത്തെ, അതായത് ക്ലബ്ബ് ലോകകപ്പിലെ ആദ്യ സെമി ഫൈനൽ ലൈനപ്പ് ഇപ്പോൾ നമുക്ക് നിശ്ചയമായിരിക്കുകയാണ്, അതായത് കൃത്യമായിരിക്കണം. അതായത് ചെൽസി, അതായത് ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിയും ബ്രസീലിയൻ ടീമായ പാൽമറാസുമായിരിക്കും ആദ്യ സെമി ഫൈനൽ ഏറ്റുമുട്ടുക. അതായത് ഇപ്പോൾ ചെൽസി ആണെങ്കിൽ ഇന്ന് രാവിലെ പൂർത്തിയായ മത്സരത്തിൽ പാൽമറാസിന് എതിരില്ലാത്ത 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ചെൽസി മുന്നേറിയപ്പോൾ സൗദി ക്ലബ് അൽ ഹിലാലിനെ ഇതേ ഗോൾ നിലയിൽ തന്നെ, അതായത് 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനൻസും ഇതുപോലെ അടുത്ത ഘട്ടത്തിൽ, അതായത് സെമിയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി ഫുട്ബോൾ ലോകം കാത്തിരിക്കുക. അതായത് ഒരു ബ്രസീലിയൻ ക്ലബ്ബ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിയും കൂടി സെമി ഫൈനൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് നടക്കുന്ന ക്ലബ്ബ് ലോകകപ്പ് മത്സരങ്ങൾ ഒരു സൂപ്പർ പോരാട്ടം തന്നെയാണ് ഇനി കാത്തിരിക്കുന്നത്. അതായത് PSG-യും അതുപോലെ തന്നെ ബയൺ മുണിക്കും അതൊക്കെ തന്നെ ഒരു മത്സരങ്ങൾ ഇന്ന് വൈകിട്ട് നടക്കുന്നത്. അതുപോലെ റയൽ മാഡ്രിഡ് ഇതുപോലെ കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ മത്സര വിജയികളായിരിക്കും ഇനി അടുത്ത സെമി ഫൈനൽ ഏറ്റുമുട്ടുക. അപ്പോൾ ഏറെക്കുറെ ഈ സെമി ലൈനപ്പ് പൂർത്തിയാകും. ഇന്നത്തോടു കൂടി സെമിയിൽ ആരൊക്കെ പ്രവേശിക്കും, അതുപോലെ തന്നെ ആരൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും എന്നുള്ളൊരു ചിത്രം ഇന്ന് തെളിയുമെന്നാണ് സേതു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.